അത് നമ്മൾ ഇന്ന് എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമെന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. മനു, ആന്ധ്രയിൽ നമുക്കറിയാം നേർക്കുനേർ ജഗൻമോഹൻ റെഡ്ഡിയും ചന്ദ്രബാബു നായിഡുവും തമ്മിലുള്ള ഒരു പോരാട്ടം, അത്തരത്തിലൊരു കളം ഒരുങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും അതാണ് എങ്കിൽ പോലും ഇത്തവണ അതിന് കുറച്ചുകൂടി വാശിയും വീറുമുണ്ട്. നാലാംഘട്ട തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 96 മണ്ഡലങ്ങൾ ജനവിധി തേടുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ്. തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്ത് പരസ്യ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളാണ് പാർട്ടികൾ. ജഗൻമോഹൻ റെഡ്ഡിയും ചന്ദ്രബാബു നായിഡുവും നേർക്കുനേർ കൊമ്പ് കോർക്കുന്ന മണ്ഡലത്തിൽ കോൺഗ്രസും ബി.ജെ.പിയും പ്രചരണത്തിൽ സജീവമാണ്. ബി.ജെ.പിയുമായി ചന്ദ്രബാബു നായിഡുവിന് അലയൻസ് ഉണ്ട്. പവൻകുമാർ കല്യാണിന്റെ പാർട്ടിയും ബി.ജെ.പിയും ചന്ദ്രബാബു നായിഡുവും ചേർന്നാണ് ഇത്തവണ പോരാട്ടത്തിൽ രംഗത്തുള്ളത്. ജഗനാകട്ടെ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന, വൈഎസ്ആർ കോൺഗ്രസ് എന്ന് രൂപീകരിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. മനു, 2014 ജഗൻമോഹൻ റെഡ്ഡി, അതായത് വന്നപ്പോൾ തന്നെ ഏതാണ്ട് 10-70 സീറ്റുകളോളം നേടി വരമറിയിച്ച ഒരു ജഗൻമോഹൻ റെഡ്ഡി അന്നുണ്ടായിരുന്നു അല്ലേ? അത് അച്ഛൻ്റെ ഒരു തണലിൽ, അല്ലെങ്കിൽ വൈഎസ്ആർ തെളിച്ചിട്ട പാതയിൽ, അല്ലെങ്കിൽ വൈഎസ്ആർ വിതച്ചത് ജഗൻ കൊയ്തു എന്ന് വേണമെങ്കിൽ പറയാം, 2014-ലും 2019-ലും മറ്റും. പക്ഷേ ഇത്തവണ ജഗൻ 2024 ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി പാകം വന്ന ഒരു നേതാവ്, അല്ലെങ്കിൽ അനുഭവം കൊണ്ട്, പരിചയസമ്പത്ത് കൊണ്ട് ആന്ധ്രയിൽ നിരവധി ക്ഷേമ പദ്ധതികൾ നയിച്ച ഒരു നേതാവ് എന്നുള്ള കെയർഓഫ് കൂടിയുണ്ട്. അതെ, ഈ വൈഎസ്ആർ നമുക്കറിയാലോ, പണ്ട് ഈ പദയാത്രകൾ, ഏറ്റവും വലിയൊരു പദയാത്ര വൈഎസ്ആർ അന്ന് നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ആ പദയാത്ര ഗ്രാമങ്ങളിലേക്ക് പോയി, അദ്ദേഹം നടന്നു തന്നെയാണ് പോയത് പലയിടങ്ങളിലും. അവിടെ ചെന്നു ആളുകളെ കണ്ടു. അങ്ങനെ ഒരു വലിയ ഒരു ആന്ധ്ര ക്രൗഡിനെ അദ്ദേഹം തൻ്റെ ഒപ്പം നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 2019 ഈ വൈഎസ്ആർ കോൺഗ്രസിന് 175 അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടല്ലോ ലോക്സഭയ്ക്കൊപ്പം. അപ്പോൾ 175 സീറ്റുകളിൽ 151 സീറ്റുകളാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത്. അത് ഏതാണ്ട് 49.95 വോട്ടുകൾ 2019 നേടി. 159 സീറ്റുകളിൽ 151 സീറ്റുകൾ ജയിക്കുകയും ചെയ്തു. 175 ഓർക്കണം. അതെ, TDPക്ക് ആകെ 23 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അവരുടെ വോട്ട് ഷെയറും താഴേക്ക് പോയി, 39.17% താഴേക്ക് പോകുകയും. പക്ഷേ അപ്പോഴും 39% ഉണ്ട് 2019 അല്ലേ? അവിടെയാണ് തോന്നുന്നു ഇത്തവണ ബി.ജെ.പിയുടെ പ്രതീക്ഷ. അതെ, ഈ രണ്ടുപേരും കൂടി ചേരുകയും ജനസേന പാർട്ടിയും കൂടി വരുമ്പോൾ അത് ഒരു ഒന്നും രണ്ടല്ല രാഷ്ട്രീയത്തിൽ എന്ന് പറയുന്നതാണ്. പക്ഷേ ജനസേന പാർട്ടിക്ക് നമുക്കറിയാം കഴിഞ്ഞ തവണ ഒരു സീറ്റ് കിട്ടി, 5.53% വോട്ടുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് അവരുടെ ആകെയുള്ളൊരു പെർഫോമൻസ്. പക്ഷേ അവിടെ ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് വല്ലാതെ പുറകോട്ട് പോയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. അവിടെ 1.7% വോട്ടൊക്കെയാണ് ആകെ കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. ആ സാഹചര്യം മാറേണ്ടിയിരിക്കുന്നു. ഇപ്പം ഈ ജഗന്റെ സഹോദരി തന്നെ ഈ സ്ഥാനം, സഹോദരിയും അമ്മയും കോൺഗ്രസിനൊപ്പം അവരിപ്പോൾ വലിയ അവിടുത്തെ ക്രൗഡ് പുള്ളേഴ്സ് ആണ് രണ്ടുപേരും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തവണ ഈ ഷർമിളയും അവരൊക്കെ കോൺഗ്രസിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായ അതൊരു അവിടെ നിന്ന് വരുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് 1.7 നിന്ന് അത് ഒരു 4-5-6% ഒക്കെ ആയി ഉയരാൻ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിന് കഴിയും എന്നതാണ് അവരൊരു പ്രതീക്ഷ വയ്ക്കുന്നത്. ത്രികോണ പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും മാത്രമല്ല. കാരണം കോൺഗ്രസിന്റെ മുന്നണി CPIM ഉൾപ്പെടുന്ന മുന്നണി ഒരു ഭാഗത്ത്, ബി.ജെ.പി ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ചന്ദ്രബാബു നായിഡു ടീം ഒരു ഭാഗത്ത്, മറുവശത്ത് ജഗൻ. അങ്ങനെ ഒരു പ്രതീതിയുണ്ടോ? അതോ നേരിട്ടുള്ള പോരാട്ടം? കോൺഗ്രസിന് കഴിഞ്ഞ തവണ ഒരു സീറ്റ് പോലും അവിടെ നിന്ന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാൻ 3 പേരുള്ള സാഹചര്യത്തിൽ ത്രികോണം എന്ന് പറയാം. എങ്കിലും സ്വാഭാവികമായി അതൊരു നേരിട്ടുള്ള ഫൈറ്റ് അവർ തമ്മിൽ തന്നെയാണ് നടക്കുന്നത്. ലോക്സഭയിലേക്ക് വരുമ്പോഴും നമുക്ക് കാണാൻ കഴിയും 25-ൽ 22 കഴിഞ്ഞ തവണ വൈഎസ്ആറിന് മുന്നേറ്റം കുറിക്കാൻ കഴിഞ്ഞു. ഏതാണ്ട് 50% വോട്ടുകൾ എന്ന് വെച്ചാൽ 49.89 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 50% വോട്ട് അവരവിടെ നേടി. TDPക്ക് 3 ഇടത്തെ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. അത് 40% വോട്ടുകളോടുകൂടിയാണ് അവർ ആ ഒരു നേട്ടം കൈവരിച്ചത്. പക്ഷേ ഇത്തവണ ജഗൻ ഇവിടെ ഇസ് ബാർ 400 പാർ എന്നൊക്കെ നരേന്ദ്രമോദി പറയുന്ന പോലെ ജഗൻ മോഹൻ അവിടെ എന്തുകൊണ്ട് 175-ലും ഇത്തവണ ജയിച്ചുകൂടാ എന്നൊക്കെയുള്ളൊരു ഒരു പ്രയോഗമൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് ഈ ഗ്രാമീണ ജനതയ്ക്കിടയിൽ ചെറിയൊരു മേൽക്കൈ ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പല പദ്ധതികൾ, പ്രത്യേകിച്ച് ഈ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള വെൽഫെയർ സ്കീംസ് വളരെ വ്യാപകമായി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൽ ഈ അമ്മ ഓടി എന്ന് പറയുന്ന അമ്മമാർക്ക് നൽകുന്ന
കുട്ടികളെ സ്കൂളിൽ അയക്കാനും മറ്റുമൊക്കെ ആയി നൽകുന്ന ഒരു 15,000 രൂപയുടെ ഒരു ഫണ്ടുണ്ട്. അതുപോലെ ഈ YSR ചെയ്ത എന്ന് പറഞ്ഞിട്ട് ഈ സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് നൽകുന്ന ഒരു 75,000 രൂപ വെച്ച് നൽകുന്ന ഒരു പദ്ധതിയുണ്ട്. അതൊക്കെ അഴിമതി ആരോപണങ്ങളുണ്ട്. അഴിമതി ആരോപണങ്ങളുണ്ട്. ചന്ദ്രബാബു നായിഡുവിനെ ഭരണത്തിൽ നിന്ന് തൂത്തെറിഞ്ഞത് ഈ അമരാവതിയുമായി ബന്ധപ്പെട്ട തലസ്ഥാനവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളും അത് ജയിലിൽ കിടക്കേണ്ട സാഹചര്യമൊക്കെ ചന്ദ്രബാബു നായിഡുവിന് വന്ന പശ്ചാത്തലവുമൊക്കെ നമ്മൾ കണ്ടതാണ്. BJPയുമായി 2014 പിണങ്ങുന്നു, അതിനുശേഷം BJPയുടെ കൂട്ടുകൂടുന്നു. അങ്ങനെ ഈ രണ്ട് ഭാഗത്ത് നിൽക്കുന്നവരും അത്ര ഈ പറഞ്ഞ പോലെ അഴിമതിയുടെ കറ പുലരാത്തതല്ല. അതെ, ഏതായാലും പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ മത്സരത്തിൻ്റെ ഒരു ചിത്രം നോക്കിയാലും ഈ അസംബ്ലിയിലാണെങ്കിൽ 144 സീറ്റുകളിൽ മത്സരിക്കുന്നത് TDP ആണ്. BJPക്ക് അവിടെ ആകെ 10 സീറ്റേ ഉള്ളൂ. BJP വളരെ ചെറിയ പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ആദ്യം റാലിയിൽ സംസാരിച്ചത് അല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ ഈ 400 എന്ന് പറഞ്ഞ ആ ഒരു ഇതുണ്ടാക്കണമെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടായേ പറ്റുള്ളൂ. അതിന് ആണ് ഈ തെലങ്കാന, ആന്ധ്ര, കർണാടക, കേരള, തമിഴ്നാടൊക്കെ ഫോക്കസ് ചെയ്ത് ഓപ്പറേഷൻ സൗത്ത് എന്ന തരത്തിൽ തന്നെ ഒരു ഇതുണ്ടാക്കിയത്. പക്ഷേ സ്വാഭാവികമായ ഒരു 10 സീറ്റിലെ മത്സരിക്കുന്നുള്ളൂ. ഈ അസംബ്ലിയിലേക്ക് പവന് കൂടുതൽ സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്, 21 സീറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലോക്സഭയിലേക്ക് വരുമ്പോൾ അവർക്ക് 2 സീറ്റ് മാത്രമേ പിന്നെ ജനസേന പാർട്ടിക്ക് കൊടുത്തിട്ടുള്ളൂ. അതേസമയം അപ്പോഴും TDP തന്നെയാണ് അവിടെ 17 സീറ്റുകളിൽ മത്സരിക്കുന്നത്. BJP 6 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടെ BJP TDPയുടെ ഒരു വിജയം വലിയ തോതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഈ വലിയ ആരോപണങ്ങളും നേരിടുന്നു. കാരണം ഈ ക്ഷേമ പദ്ധതികൾ ഉണ്ടെങ്കിലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും അവിടെ ഈ വലിയ പദ്ധതികളൊന്നും കൊണ്ടുവരാൻ ജഗൻമോഹന് കഴിഞ്ഞിട്ടില്ല. അമരാവതി തലസ്ഥാനമാക്കുമെന്ന് വാഗ്ദാനം നൽകിയിരുന്ന ആൾ കൂടിയാണെന്ന് തോന്നുന്നു ജഗൻ. പക്ഷെ അതുമെങ്ങും എത്തിയില്ല. അവിടെ കർഷകരടക്കം വലിയ സമരരംഗത്താണ്. കാരണം ഏക്കർ കണക്കിന് പാടം ഏറ്റെടുത്ത് ഇതിനുള്ള ആക്ട്, അതെ, അതൊരു വലിയ ഒരു തർക്ക വിഷയമാണ്. അത് ഭൂമി പിടിച്ചെടുക്കാനുള്ള ഒരു ഇതാണെന്ന് പറഞ്ഞു. പിന്നെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ 3 തലസ്ഥാനങ്ങൾ, അമരാവതി എന്ന് പറയുന്നത് ഒരു ലെജിസ്ലേറ്റീവ് ക്യാപിറ്റലാക്കും, ഒപ്പം വിശാഖപട്ടണം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റലാക്കും, കർണൂൽ ഒരു ജുഡീഷ്യൽ ക്യാപിറ്റലാക്കും എന്നൊക്കെ ആയിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു ഇത്. അപ്പോൾ അത് വേണ്ട രീതിയിൽ ആയില്ല എന്നുള്ളൊരു ഇതുണ്ട്. മാത്രമല്ല ഇപ്പോൾ ആന്ധ്രാപ്രദേശ് നമ്മൾ ഈ സാങ്കേതിക വിദ്യ, ടെക്നോളജിക്കൽ എഡ്യൂക്കേഷൻ വലിയ തോതിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ തൊഴിലില്ലായ്മ രൂക്ഷമായി വരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ വിട്ടു പോകുന്ന യുവാക്കളിൽ വലിയൊരു ഭൂരിപക്ഷം ആന്ധ്രാപ്രദേശുകാരാണ്. അല്ല, ആന്ധ്ര ഒരു ഇലക്ട്രോണിക് ഹബ്ബായിരുന്നു. ചന്ദ്രബാബു നായിഡുവിന്റെ പേര് തന്നെ അല്ലേ അന്ന് ആദ്യ സമയത്ത് ചന്ദ്രബാബു നായിഡുവിനെ ഇന്ത്യ മൊത്തം അറിയപ്പെട്ടത് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റിനെ അടക്കം ക്ഷണിച്ചുകൊണ്ടുവരുന്ന ഒരു ബിൽ ക്ലിന്റനൊക്കെ വന്നത് നമുക്ക് ഓർമ്മയുണ്ട്. നമ്മുടെയൊക്കെ മാധ്യമ സമയം ആദ്യകാലത്ത് അതായത് അദ്ദേഹം ഇലക്ട്രോണിക് ഹബ്ബാക്കുന്ന ഒരു വലിയ ഇലക്ട്രോണിക് രംഗത്ത് ഈ IT രംഗത്ത് വലിയ വികസനം കൊണ്ടുവന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. അതെ, അപ്പോൾ അങ്ങനെ ആ ഒരു അതായത് ഒരു എഡ്യൂക്കേറ്റഡ് എമർജിങ് യൂത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ വലിയ തോതിൽ ജഗന് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ പാവപ്പെട്ട ആളുകൾ, സാധാരണക്കാരുടെയൊക്കെ വേണ്ടിയിട്ടുള്ള ഈ ഫ്രീ ബീസിൻ്റെ ഒരു കാര്യങ്ങൾ കൂടുതൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞു. ഏതായാലും അദ്ദേഹത്തിനെതിരെ വ്യാപകമായ വ്യാജ പ്രചരണം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുകയും ചന്ദ്രബാബു നായിഡുവിനും അദ്ദേഹത്തിൻ്റെ മകൻ ലോകേഷ് നായിഡുവിനും എതിരെയൊക്കെ ഒരു ഇത് നടത്തിയിട്ടുണ്ട്, ഒരു പരാതിയൊക്കെ നൽകിയിട്ടുണ്ട്. ഏതായാലും പക്ഷേ ഈ ജഗൻ ഒരു വലിയ ശക്തി എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഈ ഗോദാവരി ബെൽറ്റിൽ, ഈസ്റ്റ് വെസ്റ്റ് ഗോദാവരിയിൽ അദ്ദേഹത്തിന് ഒരു ശക്തമായ സ്വാധീനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്നു. ഗോദാവരി ബെൽറ്റ് എന്ന് പറയുന്ന ഒരു 39 സീറ്റുകൾ വരുന്നൊരു അസംബ്ലി സീറ്റ് വരുന്നൊരിടമാണ്. അവിടെ 27 ഇടത്ത് ജയിക്കാൻ ജഗന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ